ഇന്നത്തെ ഒരു ട്രെൻഡാണ് ഒന്നാമനാകുക എന്നുള്ളത്. അതെല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നു, മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നു, എല്ലാം കുട്ടികൾ ഒന്നാമതെത്തണം, അതാണ് ആഗ്രഹം. ആത്മീയ മണ്ഡലത്തിൽ മറിച്ചല്ല, നേതൃസ്ഥാനത്ത് വരാനും ഒരു ലീഡറാകാനുമുള്ള പരിശ്രമങ്ങളാണ് എല്ലായിടത്തും കാണുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിലും ഒരു തർക്കമുണ്ടായിരുന്നതായി കാണുന്നു. കൂട്ടത്തിൽ ആരെയാണ് വലിയവനായി കാണേണ്ടത് എന്ന ഒരു തർക്കം ലൂക്കോസ് 22 കാണാം. കാരണം എല്ലാവരുടെയും ചിന്ത ഞാനാണ് വലിയവൻ എന്നാണ്. അതുകൊണ്ട് തന്നെ ആ പെസഹായുടെ അത്താഴത്തിൽ അവർ പാദങ്ങൾ കഴുകാതെ കയറിയിരുന്നു. കാരണം ഞാനാണ് വലിയവനെന്ന് അവരുടെ ചിന്ത. യജമാനൻ്റെ കാല് ദാസൻ കഴുകണം, വലിയവൻ്റെ കാല് ചെറിയവൻ കഴുകണം. ഇത് ഒഴിവാക്കാൻ വേണ്ടി കർത്താവ് അത് മനസ്സിലാക്കി പന്തിയിൽ നിന്ന് എഴുന്നേറ്റ് അരയിൽ തോർത്ത് ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ ആരംഭിച്ചു. ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്ന് അവനൊരു കൽപ്പനയും കൊടുത്തു. ഇന്ന് നാം ചിന്തിക്കുന്നത് ദാസൻ, ശുശ്രൂഷകൻ എന്നതാണ്. ഞാൻ MJ മാത്യു, വയനാട്ടിൽ നിന്നും എല്ലാ ശ്രോതാക്കൾക്കും വന്ദനവും സ്നേഹവും അറിയിക്കട്ടെ. ചിന്തയ്ക്ക് ആധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 43 മുതൽ 45 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസൻ ആകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവന് മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ടു ബിക്കം ഗ്രേറ്റ് ഷാൽ ബി സെർവൻറ്റ്, ആൻഡ് ഹൂ എവർ വിഷസ് ടു ബി ഫസ്റ്റ് ഷാൽ ബി സ്ലേവ് ഓഫ് ഓൾ. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 2ാമത്തെ പുസ്തകമാണ് ഈ പുസ്തകമായ മർക്കോസിൻ്റെ സുവിശേഷം. മത്തായിയിലും ലൂക്കോസിലും യേശുവിൻ്റെ വംശാവലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടിൻ്റെയും ഇടയിലുള്ള മർക്കോസിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. മത്തായി രാജാവായി ചിത്രീകരിച്ചിരിക്കുന്ന യേശു ഏത് വംശാവലിയിൽ നിന്ന് വന്ന രാജാവാണെന്ന് വെളിപ്പെടുത്തുവാനായിട്ടാണ് വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് മനുഷ്യനായ ക്രിസ്തു ഏത് കുടുംബത്തിലാണ് ജനിച്ചത് എന്ന ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസ് യേശുവിനെ ഒരു ദാസനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു ദാസന് വേണ്ടത് വംശാവലിയുടെ മഹത്വമല്ല, മറിച്ച് ആരുടെ ദാസൻ ആയിരിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നാം ദാസന്മാരാണ്. എന്നാൽ നാം വലിയ പുള്ളികളാണെന്ന് അറിയിക്കാൻ വേണ്ടി പലരും തൻ്റെ പാരമ്പര്യം പറയും, തന്നെത്താൻ ഉയർത്തി പൊക്കി പറയുന്നത് കേൾക്കാം. ശുശ്രൂഷാ വേദികളിൽ പോലും ലഭിക്കുന്ന സമയത്തിന് സിംഹഭാവവും തന്നെ പൊക്കുവാനോ ഉയർത്തുവാനോ പറയുവാനോ ഒക്കെയാണ്. കർത്താവിനെ ഉയർത്തുവാനോ വചനം പ്രസംഗിക്കാനോ പലർക്കും സമയമില്ല. പകരം ഞാൻ ഏത് കുടുംബത്തിൽ ജനിച്ചതാണെന്ന് അറിയാം. പുരാതന ക്രിസ്തീയ കുടുംബത്തിലാണ്, അല്ലെങ്കിൽ പാരമ്പര്യമായി ഞങ്ങൾ പെന്തക്കോസുകാരാണ്, ഞങ്ങളുടെ ആളുകളൊക്കെ ഇന്നാരൊക്കെയാണ്, ഞങ്ങളുടെ വീട്ടിൽ അതും ഇതുമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഈ പറയുന്നതെല്ലാം വൃഥാമാണ്. ഇതൊന്നും കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സ്ഥിതിയിലെത്തിയിരിക്കുന്നതും നാം ആയിരിക്കുന്നതും ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല, ശ്രേഷ്ഠത കൊണ്ടല്ല, കുടുംബത്തിൻ്റെ മഹിമ കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. പകരം ദൈവത്തിൻ്റെ കൃപയാണ്. കൃപ ഒന്ന് മാത്രം, തൻ്റെ കരുണ. ഹല്ലേലൂയ. നമ്മളെ സ്നേഹിച്ച് നമ്മെ തിരഞ്ഞെടുത്ത് പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷയുണ്ടായി. ഒരു മനുഷ്യനും ദൈവത്തിന് എന്തെങ്കിലും കൊടുത്തിട്ടോ തൻ്റെ വിശുദ്ധിയുടെ വലിപ്പം കൊണ്ടോ ഒന്നും നേടുവാൻ പറ്റത്തില്ല. എല്ലാം ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. അതുകൊണ്ട് പാരമ്പര്യമൊന്നും പറയണ്ട, അതൊന്നും പറഞ്ഞ് പുകഴുവാനായിട്ട് നമുക്കില്ല. ഹല്ലേലൂയ. നാം മറ്റുള്ളവർക്ക് വേണ്ടി ആമേൻ സമർപ്പിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ ദാസന്മാരാണ്, ശുശ്രൂഷകന്മാരാണ്. സേവനമായിരിക്കണം നമ്മുടെ മുഖമുദ്ര. ചുറ്റും ജീവിതഭാരത്താൽ ദാഹമനുഭവിക്കുന്നവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണം നാം. യജമാനോടുള്ള സ്നേഹ പ്രകടനമാണ് സമൂഹത്തോടുള്ള നമ്മുടെ ശുശ്രൂഷ. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മറുവില, വിലയ്ക്ക് വില, പകരം വില. ടു സെർവ് ആൻഡ് ടു ഗീവ് ഹിസ് ലൈഫ് എ റാൻസം ഫോർ മെനി. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം
നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദാസനാകണം. പാസ്റ്ററെ എന്നല്ലാതെ ആരെങ്കിലും ഒന്ന് ഉപദേശി എന്ന് വിളിച്ച് നോക്കണം, വിവരമറിയാൻ. ചോദ്യം: ആർക്കെങ്കിലും താല്പര്യമുണ്ടോ മഹാനാകാൻ? ഒന്നാമനാകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ എല്ലാവർക്കും നീ ദാസൻ ആയേ തീരൂ. നാം ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരാണ്, ദാസന്മാരാണ്. എത്ര ദാസന്മാർ നമ്മുടെ കീഴിലുണ്ട് എന്നുള്ളതല്ല വിഷയം. ഞാൻ ആരുടെയൊക്കെ ദാസനാണ് എന്നതാണ് പ്രധാനം. ചിലർക്ക് ദാസനോ ശുശ്രൂഷകനോ ആയിരിക്കാനല്ല, നേതാവായിരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ലീഡറാകുമ്പോൾ തന്നെ സ്നേഹിക്കുവാനും വണങ്ങുവാനും ആരാധിക്കുവാനും ശുശ്രൂഷിക്കുവാനൊക്കെ ആളുകളുണ്ടാകും. അങ്ങനെയുള്ളവർക്ക് എല്ലാവരും തങ്ങളെ ബഹുമാനിക്കണം, കൈമൊത്തണം, ആരാധന കിട്ടണം. മറ്റുള്ളവർക്ക് തങ്ങളെ സ്തുതിച്ചുകൊണ്ട് പുകഴ്ത്തി പറയുന്നത് കേൾക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. വീണുപോയ ദൂതന്മാരും ആരാധനയാണ് ഇഷ്ടപ്പെടുന്നത്. യേശുവിനോട് പോലും അവനെ നമസ്കരിപ്പാൻ ആവശ്യപ്പെട്ടു. ഒരു ശുശ്രൂഷകൻ, ഒരു ദാസൻ എന്ന നിലയിൽ നാം മറ്റുള്ളവരുടെ ആരാധന സ്വീകരിക്കുന്ന വീണുപോയ ദൂതന്മാരുടെ നിരയിലാണോ, അതോ മറ്റുള്ളവരെ സൂക്ഷിക്കുന്ന, കരുതുന്ന, കാക്കുന്ന, ശുശ്രൂഷിക്കുന്ന, സേവിക്കുന്ന ദൂതന്മാരുടെ നിരയിലാണോ? ഓരോരുത്തൻ താന്താൻ്റെ നിരയിലത്രേ. നാം മറ്റുള്ളവർ പറയുമ്പോൾ, ഉയർത്തി പറയുമ്പോൾ, പൊക്കി പറയുമ്പോൾ ആസ്വദിക്കുന്നവരും സുഖിക്കുന്നവരുമാണോ, അതോ അതിനെ നിഷേധിക്കുകയും കർത്താവിന് മഹത്വം കൊടുക്കുവാൻ പരസ്യമായി പറയുവാൻ പ്രാഗൽഭ്യം ഉള്ളവരാണോ? നാം മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം സ്വീകരിക്കുന്നെങ്കിൽ മറ്റുള്ളവർ നമ്മെ ബഹുമാനിക്കണം, ആദരിക്കണം. പാസ്റ്ററേ എന്ന് തന്നെ വിളിക്കണം, ബ്രദറേ എന്നായി പോകരുത്. ബൈബിൾ കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ പാസ്റ്ററാ, ബ്രദറേ എന്ന് വിളിച്ചാൽ മുഖഭാവം മാറും. ഇങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുന്നെങ്കിൽ നിശ്ചയമായും നീ വീണുപോയ ദൂതന്മാരുടെ പട്ടികയിൽ തന്നെ ആണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊക്കെ പാസ്റ്റർ ആയതെങ്ങനെയെന്ന് വെച്ചാൽ 10 വർഷം സുവിശേഷകനായി സുവിശേഷപ്പട്ടം ഏറ്റെടുത്ത് കർത്താവിൻ്റെ വേല ചെയ്ത് സഭാശുശ്രൂഷ ചെയ്തൊക്കെ ഇരുന്നതാണ്. അതിനുശേഷം 10 വർഷങ്ങൾക്ക് ശേഷമാണ് പാസ്റ്റർ ഓർഡിനേഷൻ കിട്ടുന്നത്. എല്ലാ മിക്ക മുഖ്യധാര സഭകളുടെയും രീതി അങ്ങനെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ, പിതാവ് ഒരു സഭാശുശ്രൂഷനായിരുന്നു, സങ്കീർത്തനവും ഒടുവിലത്തെ വചനശുശ്രൂഷയും അടക്കം സഭാശുശ്രൂഷ ചെയ്ത പരിചയം എനിക്കുണ്ട്. ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോഴും എന്നെ പുറത്ത് ആരാധന നടത്തുന്നതിനൊക്കെയും വിട്ട് പരിചയമുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് സഭാശുശ്രൂഷ ലഭിച്ച, പക്ഷേ ഞാൻ അത് ഏറ്റെടുക്കാതെ സഹശുശ്രൂഷകനായിട്ട് പോയി. ആ പരിചയം നേടുവാൻ വേണ്ടി പാസ്റ്റർ കെ സി ജോൺ, നീലേറ്റുപുറം പാർവിഷൻ്റെ ചെയർമാനായിട്ടുള്ള കെ സി ജോൺ ബേബിച്ചാൻ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ സഹശുശ്രൂഷകനായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പാസ്റ്റർ കെ വൈ ജോഷുവ മൂന്നാറിൽ, അദ്ദേഹത്തിൻ്റെ സഹശുശ്രൂഷകനായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പി വിൽസൺ വടക്കഞ്ചേരി പാലക്കാടുള്ള പാസ്റ്റർ ജോർജ് ഫിലിപ്പ്, അദ്ദേഹത്തിൻ്റെ സഹശുശ്രൂഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്യാദി അനേക പ്രഗത്ഭന്മാരായ ദൈവഭക്തന്മാരോട് കൂടെ ശുശ്രൂഷിക്കുവാനും സഹപ്രവർത്തകനായിരിക്കാനും ഇടയായി തീർന്നതുകൊണ്ട് പിൽക്കാലത്ത് ഞാൻ ഒറ്റയ്ക്ക് സഭാശുശ്രൂഷ അതിനുശേഷമാണ് ചെയ്യുന്നത്. അത് എൻ്റെ പിൽക്കാല ശുശ്രൂഷയിൽ വളരെ സഹായകമായി തീർന്നു എന്നുള്ളതും ഈ തരുണത്തിൽ ചിന്തനീയമാണ്. എന്നാൽ നാം എത്ര ഉന്നതനാണെങ്കിലും നാം ദാസന്മാരാണെന്ന് ഓർക്കണം. ഇന്നതില്ല. സെമിനാരിയിൽ പഠിച്ച ഒരു സർട്ടിഫിക്കറ്റും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാൻറ്റും ഷർട്ടും ഒരു ചെത്ത് ബൈക്കും ഉണ്ടെങ്കിൽ പിന്നെ എന്തുമാകാമെന്ന ധാരണയാണ്. മറ്റ് സഹശുശ്രൂഷകരോ പ്രായമുള്ള ദൈവദാസന്മാരോ ഒന്നുമല്ല, പാടില്ല. ദൈവദാസന്മാരെ, ചെറുപ്പക്കാരെ, നാം ദാസന്മാരാണ്, യജമാനന്മാരല്ല. മറ്റുള്ളവരെ നാം ബഹുമാനിക്കണം. അവർ വില കൊടുത്തവരാണ്. ഇന്ന് കാണുന്നത് പോലെ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തവർ, ആമേൻ, ഹല്ലേലൂയ. അവർക്കും കുടുംബവും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വലിയ പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കാതെ ആത്മാക്കളെ നേടുവാൻ വിളിച്ചതായ ദൈവം ആ ആത്മഭാരത്താൽ അവരിറങ്ങിപ്പോയി വയനാടിൻ്റെ മലമടക്കുകളിൽ കർത്താവിൻ്റെ വചനം അറിയിച്ച് അനേക സഭകൾ, അനേക ദൈവമക്കൾ ഉരുവാകുവാനിടയായി. ആ ഒരു അടിസ്ഥാനത്തിൽ മേലാണ് നമ്മൾ നിൽക്കുന്നത്.
അവർ ചെയ്തതായ വേലയുടെ വിതച്ച വചനത്തിൻ്റെ വിത്തുകളുടെ ഫലം നാമാണ് കൊയ്യുന്നത്. അവിടെയാണ്, ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ വിസ്മരിക്കരുത്. പ്രായമുള്ള ഒരു സീനിയർ ശുശ്രൂഷകനെ കാണുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുവാനും, ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാനും, ഒന്ന് പ്രാർത്ഥിക്കുവാനോ, ഒന്ന് കുശലം പറയുവാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. ഹല്ലേലൂയ. എൻ്റെ പിതാവ് 1972 കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ മലബാറിലെത്തുന്നത്. മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലെ വേലയുടെ ദർശനം ലഭിക്കുമ്പോൾ അന്നൊന്നും ഇതുപോലെ ധാരാളമായ പ്രവർത്തനങ്ങളില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ വയനാട്ടിൽ വരുമ്പോൾ മാനന്തവാടി ചെറ്റപ്പാലത്ത് AG സഭയുടെ ഒരു പ്രവർത്തനം, അന്നത്തെ ശുശ്രൂഷകൻ പാസ്റ്റർ കുട്ടപ്പൻ എന്ന് പറയുന്ന ഒരു അപ്പച്ചനായിരുന്നു. അതിനു മുമ്പ് ആ സഭ മറ്റൊരു ദൈവാസന ആരംഭിച്ചതാണ്. അടുത്ത് തന്നെ കൊയിലേരിയിൽ IPC സഭ, ഇന്നത്തെ സാംകുട്ടി ചാക്കോ നിലമ്പൂരിൻ്റെ പിതാവ് ആരംഭിച്ചു. ഞങ്ങൾ വരുമ്പോൾ പാസ്റ്റർ KR സാം, പിന്നെ എൻ്റെ പിതാവും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ആരംഭിച്ചു. ബത്തേരിയിൽ ഒരു അസംബ്ലിയുടെ AGയുടെ ചർച്ച്, അതുപോലെ തന്നെ IPCയുടെ ചർച്ച് PD ജോൺ എന്ന് പറഞ്ഞ ദേവദാസൻ ആരംഭിച്ചത്. കൂടാതെ ഇൻഡിപെൻഡൻറ്റ് ചർച്ച് ഓഫ് ഗോഡ് എന്നും ഇന്ന് WME എന്നും അറിയപ്പെടുന്ന സഭയുടെ തൃശ്ശേരിയിലും തരിയോടുന്ന സ്ഥലത്തും 2 പ്രവർത്തനങ്ങൾ. ഇവ കൂടാതെ വേർപെട്ട ഒരു സഭയുടെ പ്രവർത്തനം ഈ ദേശത്തില്ലായിരുന്ന ഒരു കാലത്ത് ഞങ്ങളിവിടെ കടന്നു വരുമ്പോൾ എൻ്റെ പിതാവ് ആരോടും ഒരു നയ പൈസയും മേടിക്കാതെ, പ്രതിഫലം ഒന്നും പറ്റാതെ, തികഞ്ഞ സമർപ്പണത്തോളം മരണം വരെയും മലബാറിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ പലപ്പോഴും കാൽനട യാത്രയായി കടന്നുപോയി പ്രസംഗിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്ത് അനേക സഭകളും അനേക ദൈവമക്കളും ഉടലെടുക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. സർവ്വജനസമ്മതനായ ഒരു ഭക്തൻ. രാത്രിയുടെ യാമങ്ങളിൽ ആത്മാക്കളുടെ ഭാരമുള്ളതുകൊണ്ട് വളരെ കണ്ണുനീരോടെ ഏത് യാമങ്ങളിൽ എഴുന്നേറ്റാലും ഞെട്ടി ഉണരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദങ്ങളാണ്. ആ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയുടെ ഇടയിൽ ദൈവം തനിക്ക് കൊടുക്കുന്ന അനേക സന്ദേശങ്ങൾ ആത്മഭാരത്താൽ താൻ ഗാനങ്ങളായി എഴുതി 100-ലധികം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാനത് പ്രിൻ്റ് ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം ആണ് അത് പ്രിൻ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇത്യാദി വളരെ ചെറിയ ഒരു കൂട്ടം മാത്രമുള്ള അതിൻ്റെ നടുവിലാണ് ഇന്ന് നമ്മൾ, ആമേൻ, അവരുടെയൊക്കെയും പ്രയത്ന ഫലമായിട്ട് ഇന്ന് അനേക സഭകൾ ഉടലെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ഞാൻ 1981 ശുശ്രൂഷയ്ക്കായിട്ട് പൂർണ്ണസമയം ഇറങ്ങിയത്. 2025 നിൽക്കുമ്പോൾ 44-ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനവധിയായ ശോധനകൾ കൂടി കടന്നു പോയിട്ടുണ്ട്. പല പാഠങ്ങൾ പഠിച്ച് പലപ്പോഴും ഈ സുവിശേഷ വേല വിട്ടിട്ട് പോയാൽ കൊള്ളാമെന്ന് മാനുഷികമായ നിലയിൽ ധാരാളം അവസരങ്ങൾ ശത്രു കൊണ്ടുവന്നു. ശ്രേഷ്ഠദാസന്മാരിൽ കൂടി അനേക ഉപദ്രവങ്ങളും പീഡനങ്ങളൊക്കെ ഏറ്റിട്ടുണ്ട്. വെറുതെയാണ്. ഹല്ലേലൂയ. അതിനൊക്കെ പല കാരണങ്ങളുണ്ട്. ഒരു പരാതിയും പരിഭവവും അവരോട് പറഞ്ഞിട്ടില്ല, അന്നും ഇല്ല ഇന്നുമില്ല. കാരണം അവരല്ല എന്നെ വിളിച്ചത്, എൻ്റെ കർത്താവാണ്. ആ ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. ചെടി ചീഞ്ഞളിഞ്ഞതും ചാണകവും ഭക്ഷിച്ച് പകരം നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ നൽകുന്നു. എന്ത് ലഭിക്കും എന്നതിനേക്കാൾ നാം എന്ത് നൽകുന്നു എന്നതിനാണ് പ്രാധാന്യം. ഇന്ന് എന്ത് കൊടുത്താൽ എനിക്ക് എന്ത് നേടാമെന്ന കച്ചവട മനോഭാവമാണ് സുവിശേഷകരുടെ ഇടയിൽ. ചിലർ എന്ത് കിട്ടിയാലും മുതലാക്കും, ചിലരെന്ത് കിട്ടിയാലും കുളമാക്കും. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് മുതലക്കുളമെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. വില കൊടുപ്പാനായിട്ട് തയ്യാറല്ലാത്തവന് തന്നെ നേടുവാൻ കഴിയില്ല. വില കൊടുത്ത് വാങ്ങിയവനെ വില മതിക്കുവാനായിട്ടാകൂ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തു എങ്കിലേ, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ആമേൻ അത് തനിയേയിരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പായിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഹല്ലേലൂയ.
ഇന്ന് പ്രഭാതത്തിൽ ഒരു ദാസൻ എന്ന നിലയിൽ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നവരായിരിക്കണം. ഈ ലോകത്തിൻ്റെ പിന്നാലെയല്ല, ഒരു സംഘടനയോ സഭയോ നേതാക്കന്മാരോ അല്ല എന്നെയും നിങ്ങളെയും ശുശ്രൂഷകന്മാരാക്കിയത്. അവരൊരു പക്ഷേ നമ്മളെ നിയോഗിച്ച് പ്രാർത്ഥിച്ചയച്ചിട്ടുണ്ടാകും, ഒരു സഭ തന്നിട്ടുണ്ടാകുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ തനിയെ പ്രവർത്തിച്ച് എടുത്ത സഭകളായിരിക്കും, ചിലപ്പോൾ ഒരു ഓർഡിനേഷൻ ലഭിച്ചിട്ടുണ്ടാകും. എന്നാൽ ദൈവമാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിനുള്ള വിളിയാണ് നാം ഏറ്റെടുത്ത് ആ ആത്മഭാരത്തോടെയാണ് ഒരു ദൈവദാസനായി ഇറങ്ങിത്തിരിക്കുന്നത്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ. നാം നമ്മെ തന്നെ ത്യജിക്കണം. നമ്മുടെ ജീവനെ വിലയേറിയതായി കാണുന്നില്ല എന്നാണ് പൗലോസ് പറയുന്നത്. പൗലോസിൻ്റെ ജീവിതം നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പ്രതികൂലങ്ങൾ കൂടിയും വലിയ പ്രശ്നങ്ങൾ കൂടിയും കടന്നുപോയി. റോമാലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ദൈവം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ എന്തെല്ലാം കഷ്ടങ്ങൾ അനുഭവിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവദാസനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്, കർത്താവിൻ്റെ ഒരു ദാസനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു അപ്പോസ്തലനായിട്ട് പൗലോസിനെ കർത്താവ് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ എന്തെല്ലാം അനുഭവിക്കണം, എന്തെല്ലാം കഷ്ടങ്ങൾ, പരീക്ഷകൾ, പരിശോധനകൾ കൂടി കടന്നു പോകണം എന്നുള്ളത് ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൻ പ്രകാരം മാത്രമേ കാര്യങ്ങൾ മുൻപോട്ട് പോകത്തുള്ളൂ. അത് സുഖകരമായിട്ടുള്ളൊരു ജീവിതമല്ല, പൂമെത്തയായിട്ടുള്ള ഒരു നടക്കുന്ന പൂമെത്തയല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ റോമാലേഖനം എഴുതുമ്പോൾ താൻ അപ്പോസ്തല പ്രവൃത്തി 15-ലും 14-ലും 19-ലും ഒക്കെ വലിയ കഷ്ടങ്ങൾ സഹിച്ച്, പ്രതികൂലങ്ങൾ സഹിച്ച്, അതൊന്നും അവിടെ വെളിപ്പെടുത്തുന്നില്ല റോമാക്കാരോട്. അതെല്ലാം കർത്താവിന് വേണ്ടി ആയതുകൊണ്ട് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. ഇന്നത്തെ പോലെ പബ്ലിസിറ്റി കൊടുത്ത് അവരുടെ സിമ്പതി നേടാനോ ധനം സമ്പാദിക്കാനോ ഒന്നും പൗലോസ് ശ്രമിച്ചില്ല. അതിനെക്കുറിച്ച് ലേവലേശം പരാമർശിക്കുന്നില്ല. അത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയാണ്. ദൈവം അതിനു വേണ്ടി തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നു. ആദ്യം തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ അത് ഗുഡ് ന്യൂസിൽ കൊടുക്കണം, അതിൻ്റെ പേരിൽ പൈസ സമ്പാദിക്കണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയാണ് ഒരു ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് അത് പാകപ്പെടുത്തി മുളച്ച് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നാം അനേകർക്ക് ഫലം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഫലപ്രദന്മാരായ വിജയകരമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാരായി തീരണം. അതിനെ എന്തു ചെയ്യുന്നു? സ്തോത്രം. ലോകത്ത് ജീവനെ സ്നേഹിക്കുന്നവൻ, ജീവനെ പായിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയുമെന്ന. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ എന്തു ചെയ്യും? നിത്യജീവനായി സൂക്ഷിക്കും. ആമേൻ, ഹല്ലേലൂയ. തൻ്റെ ജീവനെ പകയ്ക്കാത്തവനും കർത്താവിൻ്റെ നല്ല ശിഷ്യനായി, സേവകനായി ഇരിപ്പാനായിട്ട് കഴിയുകയില്ല. അതിനായി നിത്യജീവനെ നേടുവാൻ ഒരു നല്ല ദാസൻ, ഒരു നല്ല ശുശ്രൂഷകനായിരിക്കാൻ പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അതിനുവേണ്ടി സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു പ്രഭാതം ഞാൻ ആശംസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ.